നമസ്കാരം. ലോകത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ട്രാൻസിഷൻ നടക്കുന്നതും അത് മാത്രമല്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭാരത് സ്റ്റേജ് 4 നിന്നും ഒറ്റയടിക്ക് ഭാരത് സ്റ്റേജ് 6 ഒരു ചേഞ്ച് വന്നു. അത് തന്നെയാണ് പല വാഹന നിർമ്മാതാക്കളെയും ഇന്ത്യയിൽ നിന്നും പുറത്താക്കാൻ അല്ലെങ്കിൽ അവർ എക്സിറ്റ് ചെയ്ത് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്. ഫോർഡ് ഒരു എക്സാമ്പിളാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രാഫ്റ്റ്, ഒരു കരട് പ്രപ്പോസൽ സർക്കാർ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് E85 പെട്രോൾ, E100 പെട്രോൾ. E100 പെട്രോൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം E100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% എഥനോളിൽ ഓടുന്ന വാഹനങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂൽ എന്ന് പറയുന്നത് എഥനോൾ ആയിരിക്കും. E85 എന്ന് പറയുമ്പോഴത്തേക്കും 85% എഥനോൾ കലർന്ന പെട്രോൾ. അതിനെ യഥാർത്ഥത്തിൽ 15% പെട്രോൾ കലർന്ന എഥനോൾ എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കെന്തായാലും കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ യൂറോപ്പിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ, എക്സ്പെഷ്യലി യൂറോപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പോഴും E10 E20 മാത്രമാണുള്ളത്. അപ്പോൾ E10 E20 എന്ന് പറയുന്നത് നമുക്ക് സുപരിചിതമാണ്. 10% എഥനോൾ, 20% എഥനോൾ കലർന്നിട്ടുള്ള പെട്രോളാണ് വിൽക്കുന്നത്. ശരിക്കും ഇപ്പോഴും എൻ്റെ ഒരു ചെറിയ റിസർച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് E20 അത്രമേൽ യൂറോപ്പിലൊന്നും അങ്ങനെ ഒരു പ്രചാരത്തിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ E20 പെട്രോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് സാധാരണക്കാരായ ആളുകളെയാണ്. ഇതിപ്പോൾ സർക്കാർ നോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ഭീമമായിട്ടുള്ള തുക, കോടികൾ മുടക്കിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഓയിൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് അതിലൂടെ കിട്ടുന്ന ലാഭം. അത് മാത്രമല്ല, ഷുഗർ ലോബികൾക്ക് ഒരുപാട് ലാഭം ലഭിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് മുമ്പോട്ട് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിലുള്ള പെട്രോൾ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഭാരത് സ്റ്റേജ് 6 2.0 എമിഷൻ നോംസിനെ മീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള പെട്രോൾ എൻജിനുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് മാത്രമല്ല, കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ തന്നെ കഫേ നോംസ് 3യും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് എന്നത്തേക്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി ഇല്ല എന്നുള്ളതാണ്. എന്നാൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഭാവി എന്താണ്, ഭാവിയിലേക്ക് നമ്മളൊരു വാഹനം, ഇപ്പോൾ ഒരു വാഹനം വാങ്ങുമ്പോൾ ഭാവി മുൻനിർത്തിയിട്ട് നമ്മൾ എത്തരത്തിലൊരു വാഹനം വാങ്ങണം. ഇതാണ് ഇന്നത്തെ ഒരു കോണ്ടൻറ്റ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു വാഹനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മുടെ കോണ്ടൻറ്റിൽ നിന്നും കിട്ടുന്ന ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പ് ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് കണ്ട് വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ നമ്മൾ സാധാരണക്കാർ, ഞാനിപ്പോൾ വരുന്നത് ഒരു ഗ്രാമപ്രദേശത്തിൽ നിന്നാണ്. കാർഷിക വൃത്തി ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ആഘോഷമാണ്. നമ്മൾ ഒരുപാട് ആശിച്ച് മോഹിച്ച് കുറച്ച് പൈസയൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ട് കുറച്ച് ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഈ ഒരു വാഹനം വാങ്ങുന്നത്. ഒരു വാഹനം മേടിച്ചിട്ട് 3 വർഷമോ 5 വർഷമോ കഴിയുമ്പോൾ വിൽക്കുന്ന രീതിക്കുള്ള ഒരു ജനതയല്ല ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഒരു 10 വർഷം, മിനിമം ഒരു 10 വർഷമൊക്കെ അല്ലെങ്കിൽ 10-15 വർഷമൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിലാണ് ഒരു വാഹനത്തെ വാങ്ങുന്നത്. അത്തരത്തിൽ ദീർഘകാലത്തേക്ക് ഇനി ഒരു വാഹനം ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പെട്രോൾ ഒരു വാട്ടർ സോലുബിൾ പ്രോഡക്റ്റ് അല്ല. വാട്ടറിൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ സോലുബിൾ ആകുന്ന ഒരു വസ്തുവല്ല പെട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ എഥനോൾ അങ്ങനെയല്ല. എഥനോൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഫെർമെൻറ്റേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ് എഥനോൾ എന്ന് പറയുന്നത്. അത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഈ എഥനോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അതനുസരിച്ച് അതിൻ്റെ കലോറിക് വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിപ്പോൾ നമ്മൾ കരിമ്പിൽ നിന്നും ഉണ്ടാക്കുന്ന എഥനോൾ ആണെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ മെയ്സ് ഇങ്ങനെയുള്ള സംഭവത്തിൽ നിന്നുണ്ടാക്കുന്ന എഥനോൾ ആണെങ്കിൽ അതിനകത്തൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പെട്രോൾ വാഹനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പെട്രോൾ എന്ന് പറയുന്ന ഫ്യൂൽ ഉപയോഗിച്ച് ഒരു വാഹനം റണ്ണ് ചെയ്യുമ്പോൾ കിട്ടുന്ന അത്ര പവർ, ടോർക്ക് ഒരിക്കലും ഈ എഥനോൾ ഉപയോഗിച്ച് ഓടുന്ന ഒരു വാഹനത്തിൽ ഉണ്ടാകില്ല. അത് തന്നെയാണ് ഇപ്പോൾ ഉള്ള ഈ ഒരു വാഹനങ്ങൾ അല്ലെങ്കിൽ പെട്രോൾ വാഹനങ്ങളുടെ ഭീമമായിട്ടുള്ളൊരു മൈലേജ് ഡ്രോപ്പിന് കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളൊക്കെ ഭൂരിഭാഗവും E20 പെട്രോളാണ്. നമ്മുടെ വാഹനത്തിന് നല്ല രീതിക്കുള്ള സാധാരണ നോർമൽ പെട്രോൾ അല്ലെങ്കിൽ ഒരു 100% പെട്രോൾ കൊടുത്താൽ ഇതിനേക്കാൾ കൂടുതൽ പെർഫോമൻസും കിട്ടും, ഇതിനേക്കാൾ കൂടുതൽ മൈലേജും ലഭിക്കും. പക്ഷേ നമുക്കത് കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കമ്പനി പറയുന്ന മൈലേജ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയാനുള്ള ഒരുപാട് കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്,
ഈ പറയുന്ന എഥനോൾ കലർത്തിയിട്ടുള്ളെങ്കിൽ അമിതമായിട്ടുള്ള പെർസെൻറ്റേജ് 20% എഥനോൾ കലർത്തിയിട്ടുള്ള പെട്രോളാണ്. ഈ എഥനോളിനൊരു പ്രത്യേകതയുണ്ട്, അന്തരീക്ഷത്തിലെ ഈർപ്പത്തെ അത് വലിച്ചെടുക്കും. അതായത് ഹൈഗ്രോസ്കോപ്പിക് നേച്ചർ എന്ന് നമുക്ക് പറയാം. അതിനെ വലിച്ചെടുത്തിട്ട് ശരിക്കും സാധാരണഗതിയിൽ ഈ ഒരു E20 പെട്രോളൊക്കെ നമ്മൾ അടിച്ചിട്ട് വാഹനം ഒരു 1-1.5 ആഴ്ചയൊക്കെ ഓടിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു 2 ലെയറായിട്ട് മാറും. അതായത് പെട്രോൾ മുകളിലും ഈ പറയുന്ന വാട്ടർ സോലുബിൾ കണ്ടൻറ്റ് താഴെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഇടയ്ക്ക് എഥനോളും ഇതിനകത്ത് മിക്സ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ളൊരു കാരണം. അപ്പം വാട്ടർ ഉള്ളൊരു സമയത്ത് എന്താണ് സംഭവിക്കുക? തീർച്ചയായിട്ടും വാട്ടർ തുരുമ്പ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാക്കും. കൊറോഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സും റസ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ റിസൾട്ടുമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ പഴയ വാഹനങ്ങൾ, ഇപ്പോൾ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ കാരായിട്ടുള്ള ആളുകൾ ഒരു 10 വർഷം 15 വർഷമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വാങ്ങുന്ന വാഹനങ്ങൾക്ക് കാര്യമായിട്ടുള്ള പണി കിട്ടും എന്നുള്ളതാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പണി കിട്ടും എന്നുള്ളതാണ്. അതായത് സ്റ്റാർട്ടിങ് ട്രബിള്, അത് മാത്രമല്ല ഈ പറയുന്ന ഒരുപാട് മിസ്സിങ് അല്ലെങ്കിൽ മൈലേജ് ഡ്രോപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അത് മാത്രമല്ല ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രാണി വന്നിട്ട് ഈ ഫ്യൂവൽ പൈപ്പിൽ ലീക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ E20 ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങൾ വാങ്ങിച്ചാൽ പോലും അടുത്ത ഒരു 2 വർഷത്തിനുള്ളിൽ E27 വരും, പിന്നെ E30 വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ള വാഹനം അതിന് കോമ്പാക്റ്റബിൾ ആണോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ E85 E100 അതായത് 100% എഥനോൾ അത്തരത്തിലുള്ള ഫ്യൂവലിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു കരട് ഇംപ്ലിമെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രപ്പോസൽ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പ്രാബല്യത്തിലൊന്നും വന്നിട്ടില്ല, ഇത്തരത്തിലൊരു കരട് മാത്രമാണ്. അപ്പോൾ നമ്മളൊരു ഡ്രാഫ്റ്റ് മാത്രമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, സാധാരണക്കാർ ഉദ്ദേശിക്കുന്നത് പോലെ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന വാഹനങ്ങൾ ഇലക്ട്രിക്കിനകത്തുള്ള വലിയ വിപ്ലവമുള്ള വാഹനങ്ങളോ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം റേഞ്ചുള്ള ഇലക്ട്രിക് വാഹനങ്ങളോ ഹൈബ്രിഡ് കാറുകളോ അതൊന്നുമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്കി പോലെയുള്ള വാഹന നിർമ്മാതാക്കൾ അവരെന്തായാലും സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലൂടെ വാഹനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു സൈഡിൽ നിൽക്കട്ടെ, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യുന്നതിന് കുറച്ച് മുകളിലായിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അല്ലാതെ ഇപ്പോൾ കിട്ടുന്ന വാഗണാറോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്വിഫ്റ്റോ ഡിസൈറോ അത്തരം വാഹനങ്ങളുടെ വിലയിൽ ഒരിക്കൽ പോലും ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലെ വാഹനങ്ങൾ നമുക്ക് ലഭിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫ്രോങ്സ് അത് മാത്രമല്ല വാഗണാറ് ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ ഫ്ലെക്സ് ഫ്യൂവൽ കാര്യമായിട്ട് റിസർച്ച് കമ്പനി നടത്തുന്നുണ്ട്. അത് മാത്രമല്ല ടാറ്റയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് പോലെയുള്ള വാഹനത്തിൽ ഫ്ലെക്സ് ഫ്യൂവൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഹ്യുണ്ടായുടെ കേസാണെന്നുണ്ടെങ്കിൽ ക്രെറ്റ പോലെയുള്ള വാഹനത്തിലൊക്കെ ഫ്ലെക്സ് ഫ്യൂവൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഫ്ലെക്സ് ഫ്യൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20% മുതൽ 85% വരെ എഥനോൾ കലർത്തിയിട്ടുള്ള പെട്രോൾ ഉപയോഗിക്കാൻ ആ ഒരു എഞ്ചിന് ക്ഷമതയുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കാര്യമായിട്ട് ഈ ഫ്യൂവൽ കൊണ്ട് ഒരു ഡീഗ്രേഡ് സംഭവിക്കും. അതായത് ഇത്തരം ഫ്യൂവൽ ഉപയോഗിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ഫൺ ടു ഡ്രൈവ് ആസ്പെക്റ്റ് ഒന്നും തീർച്ചയായിട്ടും ലഭിക്കില്ല. അത് മാത്രമല്ല മൈലേജിൽ ഡ്രോപ്പ് ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ വന്നാൽ നമുക്ക് ഒരു പരിധിവരെ ഇത്തരത്തിൽ എഥനോൾ കലർത്തിയ പെട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. കാരണം ഇനി അങ്ങോട്ട് പോകും തോറും എന്തൊക്കെ ചേഞ്ചുകളാണ് വരിക എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. നിലവിൽ പൊന്നുപോലെ സൂക്ഷിക്കുന്ന പഴയ കാറുകളൊക്കെ നമ്മൾക്ക് ഉപയോഗശൂന്യമായിട്ട് മാറും എന്നുള്ളതും അത്തരത്തിലൊരു വലിയൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കും അതുണ്ട്. കാരണം ഇത്തരത്തിൽ E20 പെട്രോളിനെ സപ്പോർട്ട് ചെയ്യുന്ന കാറുകൾ അല്ലെങ്കിൽ E10 പെട്രോളിനെ സപ്പോർട്ട് ചെയ്യുന്ന കാറുകളൊക്കെ ഇപ്പോൾ കൈവശമുള്ള ആളുകൾ ഇനി അങ്ങോട്ട് പോകുന്തോറും ഇത്തരത്തിലുള്ള ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊറോഷൻ എന്ന് പറയുന്ന വലിയൊരു പ്രശ്നം കാറുകളുടെ എഞ്ചിനിലും അത് മാത്രമല്ല അനുബന്ധ എക്യുപ്മെൻറ്റിലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കൃത്യമായിട്ട് നിങ്ങളിപ്പോൾ ഒരു വാഹനം മേടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ക്ഷമയോടെ കാത്തിരുന്ന് ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ചലനം എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനം വാങ്ങിക്കുക. ഓടിച്ചാടി ചെന്ന് നിങ്ങൾ പെട്ടെന്നൊരു വാഹനം വാങ്ങാതിരിക്കുക. തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനായിട്ട് മാത്രം എടുക്കുക. സർക്കാർ അങ്ങനെ ഇംപ്ലിമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇത്തരത്തിലൊരു പ്രപ്പോസൽ മുമ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം E20 പെട്രോൾ ഇപ്പോൾ
ഏപ്രിൽ 1 മുതൽ എനിക്ക് തോന്നുന്നു എല്ലാ പമ്പുകളിലും അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പെട്രോൾ എന്ന് പറയുന്നത് E20 പെട്രോളാണ്. അത് മാത്രമല്ല ഇനി അങ്ങോട്ട് ഡീസലും ഇത്തരത്തിലുള്ള ഐസോ ബ്യൂട്ടനോൾ പോലെയുള്ള സംഭവങ്ങൾ കലർത്താനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഈ ഡീസലിലും ഇത്തരത്തിലുള്ള ഒരു ബ്ലെൻഡിങ് വരും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.